KSRTC കോർപ്പറേഷൻ തർക്കത്തിൽ തിരുവനന്തപുരം മേയറെ തള്ളി മന്ത്രി KB ഗണേഷ് കുമാർ. സിറ്റി ബസ്സുകളിലൊന്നും തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല. ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതി തന്നാൽ 113 ബസ്സുകളും കോർപ്പറേഷൻ നൽകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും പറയേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല, പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, തർക്കം മുറുകുകയാണോ? ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ അധികാരത്തിൽ കയറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വാടക കരാറുകളൊക്കെ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഒരു തീരുമാനം കോർപ്പറേഷൻ എടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം എന്ന് പറയുന്നത്, ഈ സിറ്റി സർക്കുലർ ബസ്സുകൾ ഓടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് KSRTC പുറത്ത്, അതായത് തിരുവനന്തപുരം നഗരത്തിന് പുറത്ത് ഓടിക്കുന്നു, തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ഓടിക്കുന്നു, പലതും ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓടുന്നുണ്ട്. അതിന്റെ ലാഭം യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കോർപ്പറേഷനാണ്. പക്ഷേ അത് കിട്ടുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മേയർ VV രാജേഷ് ഉയർത്തിയത്. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആ കാര്യത്തിൽ കണക്കുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരം നഗരത്തിന് പുറത്ത് ചില സ്ഥലങ്ങൾ, അതായത് നെടുമങ്ങാട് അടക്കമുള്ള ചില നഗരത്തിൽ നിന്ന് ഒരുപാട് അധികം അകലെയല്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് യാത്രക്കാരെ ഈ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബസ്സുകൾ ഓടുന്നുണ്ട്. പക്ഷെ അതല്ലാതെ അതിനപ്പുറം ഒരു ദൂരമോ ജില്ലയ്ക്ക് പുറത്തോ ഇതേവരെ ഒരു സിറ്റി സർക്കുലർ ബസ് പോലും ഓടിയിട്ടില്ല. മാത്രമല്ല, ഇതിൽ ഒരു ലാഭം താൻ മന്ത്രിയാകുന്നതിന് മുമ്പ് ഇതിനകത്ത് കാര്യമായ ലാഭം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് 2500 രൂപ പരമാവധി ഒരു ബസ്സിന് ലാഭം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കി അങ്ങനെ 2 വർഷം കൊണ്ട് 9000 രൂപ ദിവസം ഒരു ബസ്സിന് ലാഭം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഈ സിറ്റി സർക്കുലർ ബസ് എത്തിച്ചു. അങ്ങനെ ആ ലാഭം ഇപ്പോൾ നിലവിലുണ്ട്. അത് KSRTC ആണ് ചെയ്തത്, വകുപ്പാണ് ചെയ്തത്. പക്ഷേ ഈ 113 ബസ്, അതായത് സിറ്റി സർക്കുലർ ബസ്സായി ഓടുന്ന 113 ബസ്സുകളുണ്ട്. ആ 113 ബസ്സുകൾ കോർപ്പറേഷന് വേണമെന്നുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും അങ്ങനെ ഒരു കത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം എഴുതി തരാം VV രാജേഷിന്. അങ്ങനെയാണെങ്കിൽ അത് അപ്പോൾ തന്നെ കൊടുക്കാം. അതല്ലാതെ അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നത്, ഈ ബസ് കൊണ്ടല്ല KSRTC ജീവിക്കുന്നത്, അത് കോർപ്പറേഷന് വേണമെങ്കിൽ എടുക്കാം. പകരം 150 ബസ്സുകൾ ആ സമയം നിരത്തിലിറങ്ങും എന്നുള്ളതാണ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. അതായത് ഒരേ സമയം തന്നെ അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മേയർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ നിലപാട് കടുപ്പിക്കുക കൂടിയാണ് മന്ത്രി ചെയ്യുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ ബസ്സുകൾ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്ന് മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത നടപടിയായി മേയർ സ്വീകരിക്കുക. അപ്പോൾ ഇനി കൂടുതൽ വാഗ്വാദങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകുമെന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതുമാത്രമല്ല, ഇതിനകത്തെ പണം മുടക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി മന്ത്രി KB ഗണേഷ് കുമാർ ഒരു വ്യക്തത വരുത്തുന്നത്, 500 കോടി രൂപ വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് വിഹിതം നൽകുന്നത്. പക്ഷേ അത്രയും ഇല്ല കോർപ്പറേഷൻ, അതായത് 113 കോടി രൂപയോളം മാത്രമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ കൂടുതലായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഖജനാവുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം മുടക്കുന്ന ബസ്സുകളാണ്. അത് കോർപ്പറേഷന്റെ അതിന്റെ പൂർണ്ണമായ ഒരു ലാഭം കിട്ടുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് തീർത്തും തെറ്റായ ഒരു ന്യായമാണ്. മാത്രമല്ല, ഒരു സൗഹൃദത്തിൽ പോവുകയാണെങ്കിൽ സൗഹൃദത്തിൽ പോകാം. പക്ഷേ അതല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതിനകത്ത് മന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നുള്ള, മേയറെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നുള്ള സാധ്യത കൂടി മന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരും ദിവസങ്ങളിൽ ഈ ബസ്സിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കരാറുകൾ, ചില വ്യവസ്ഥകളൊക്കെ തന്നെ കോർപ്പറേഷനും പരിശോധിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമായിരിക്കും കോർപ്പറേഷൻ ഇതിനൊരു നടപടിയിലേക്ക് പോവുക. അതേക്കുറിച്ച് മന്ത്രിയും ഇന്നിപ്പോൾ സംസാരിച്ചിരുന്നു. മെയിന്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ അത് സർക്കാരാണ് വഹിക്കുന്നത് എന്നുള്ള വ്യക്തത കൂടി ഇന്ന് മന്ത്രി വരുത്തുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതി തന്നാൽ 113 ബസ്സുകളും കോർപ്പറേഷൻ നൽകുമെന്ന് കൂടിയാണ് മന്ത്രി പറയുന്നത്. വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.